ഇന്ന് ബാങ്ക് നിഫ്റ്റി 37,000 വിട്ടിട്ട് പൊക്കത്ത് പോകുകയില്ലേ? ഓക്കെ, സോ ഒരു റഷും ഇല്ല. ഇന്ന് നല്ലൊരു എൻട്രി എടുത്ത് കഴിഞ്ഞാൽ ഈസി പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. So that's what I'm expecting, and market has opened. Okay, let's see. വെറും കോമഡിയാണ്. കോമഡി എന്ന് പറഞ്ഞാൽ അട്ടർ കോമഡിയാണ്. സി, റിജക്ഷൻ, ദെൻ മാർക്കറ്റ് താഴത്തേക്ക് വരാൻ തുടങ്ങി. ഓൾമോസ്റ്റ് ഞാൻ 37,200 സെല് ചെയ്തു. മേ ബി ഒരു ആക്രാന്തം ഞാൻ കാണിച്ച എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പോയി 37,100 പോയി ബൈ ചെയ്തു. ക്ലാസിക് റീറ്റെയിൽ ട്രേഡർ മണ്ടത്തിനും ഞാൻ ലോസിലായിപ്പോയി. ദാറ്റ്സ് റിയലി ഹാർട്ട് ബ്രേക്കിംഗ് മാൻ. ഇപ്പോൾ മേളിലേക്ക് തന്നെയാണ് പോക്ക്. ഇടയ്ക്കിടയ്ക്ക് താഴേക്ക് വന്ന് ഈ ട്രെൻഡ് ലൈൻ സപ്പോർട്ട് എടുക്കും, പിന്നെയും പൊക്കത്തേക്ക് പോകും. ഇപ്പോൾ ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തൊരു ക്യാൻഡിൽ ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റി 37,500 പൊട്ടിച്ച് പൊക്കത്തേക്ക് പോകാൻ നോക്കുന്നുണ്ട്. നിഫ്റ്റി ആണെങ്കിലും 17,600 പൊട്ടിച്ച് പോകാൻ നോക്കുന്നുണ്ട്. പക്ഷെ എന്നാലും റെസിസ്റ്റൻസ് ഫേസ് ചെയ്യാണ്. അയ്യോ, പണിമാടി. ഇത് കൈവിട്ട കളിയാണ്. So good morning. In the 16th September expiry day, the day for the option sellers. സമയം ഇപ്പോൾ 9:13. ഒരു basically 2 മിനിറ്റിനുള്ളിൽ മാർക്കറ്റ് ഓപ്പൺ ആവും. വെരി ഇൻട്രസ്റ്റിംഗ് ഡേ. ഒബിയസ്ലി ദാറ്റ്സ് ബിക്കോസ് ഇന്ന് തേഴ്സ്ഡേ ആണ്. സെക്കൻഡ്, ഇന്ന് ബാങ്ക് നിഫ്റ്റി 37,000 വിട്ടിച്ച് പൊക്കത്ത് പോകുകയില്ലേ എന്നുള്ളതും കൂടി നമുക്കറിയണം. Right? So this is going to be the third time in case market പൊക്കത്ത് പോവുകയാണെങ്കിൽ അത് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് 37,000. See, one recently tested, came back down. പിന്നെ രണ്ടാമത് പൊട്ടിക്കാൻ നോക്കി, came back down. സെക്കൻഡ് രണ്ടാമത് പൊട്ടിക്കാൻ നോക്കുന്നു, came back down. Okay? Now, what I'm expecting, I'm more comfortable selling put options. Okay? Basically the strategy would be to create a strangle. Okay? ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് 36,700 പി സെല് ചെയ്യാനും പൊക്കത്തേക്ക് ഒരു മൂവ്മെന്റ് കാണുന്നുണ്ടെങ്കിൽ അറ്റ് സം പോയിന്റ് 37,500 സി സെല് ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ തന്നെ എനിഹൗ ഇപ്പോൾ 37,000 പൊട്ടിച്ച് മാർക്കറ്റ് പൊക്കത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ ഐ വിൽ ബി സെല്ലിങ് എനി പുട്ട് ഓപ്ഷൻ ബിലോ ദിസ് 36,800 ബിക്കോസ് സി ദിസ് വാസ് എ സ്ട്രോങ് റെസിസ്റ്റൻസ്. ഏതെങ്കിലും ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് പൊട്ടിച്ച് മാർക്കറ്റ് പൊക്കത്തേക്ക് പോവുകയാണെങ്കിൽ ആ ഒരു റെസിസ്റ്റൻസ് സപ്പോർട്ടായി നിൽക്കാൻ ചാൻസസ് വളരെ കൂടുതലാണ്. ഓക്കെ, സോ ഒരു റഷും ഇല്ല. ഇന്ന് നല്ലൊരു എൻട്രി എടുത്ത് കഴിഞ്ഞാൽ ഈസി പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. സോ ഐ വിൽ ബി വാച്ചിങ് കെയർഫുള്ളി വാട്ട് ഹാപ്പൻസ് ടു ദിസ് 37,000 ലെവൽ. അത് പൊട്ടിച്ച് മാർക്കറ്റ് പൊക്കത്തേക്ക് പോവാണ്. എന്നിട്ട് 50 മിനിറ്റ് റേഞ്ച് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഐ ക്യാൻ സെൽ എനി പോർഷൻ ബിലോ ദിസ് 36,800 അല്ലെങ്കിൽ 36,800 താഴെ ഏത് എനിക്കും സെല് ചെയ്യാൻ പറ്റും. 36,800 ഡെൽറ്റ ഇപ്പോൾ കുറച്ച് കൂടുതലാണ് ഒബ്വിയസ്ലി. അതിപ്പോൾ ഇനി മാർക്കറ്റ് പൊക്കത്തേക്ക് പോകുമ്പോൾ കുറഞ്ഞോളൂ. സോ ദാറ്റ്സ് വാട്ട് ഐ എം എക്സ്പെക്ടിങ്, ആൻഡ് മാർക്കറ്റ് ഹാസ് ഓപ്പൺഡ്. ഓക്കെ, ലെറ്റ്സ് സീ. ഓക്കെ ഓപ്ഷൻ ചെയ്ത് നോക്കട്ടെ, വില എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. ഐ നീഡ് സംതിങ് അബൌട്ട് 20 rupees. അത്രയും മതി. 20 രൂപ മുകളിലുള്ള ഒരു പ്രീമിയം മതി എനിക്ക്. സി, ഐ ഹാവ് 36,700, 36,800 താഴെ. സോ 36,700 is a good candidate. Okay. ഓപ്പൺ ഇൻട്രസ്റ്റ് എങ്ങനെയാണ് നോക്കട്ടെ. യെസ്റ്റർഡേ വാസ് പുട്ട് ഹെവി. ഇന്ന് ഓക്കെ, സോ ഫാർ 37,500 ഹ്യൂജ് മാർക്കറ്റ് പിടിച്ച് പോകാൻ നോക്കുന്നു. ഗ്രേറ്റ്.
മാർക്കറ്റ് വെട്ടിച്ച് 37 പൊട്ടിച്ച് പോകാൻ നോക്കുന്നുണ്ട്. Let's go in 5-minute candle, and also we need to go to banks. See, there are a couple of reasons I watch banks. ഒന്ന്, അതിനെ വെച്ചൊരു ഡിസിഷൻ എടുക്കാനല്ല, just to see what is happening, and നോർമലി മാർക്കറ്റിൽ എന്താണ് സംഭവിക്കുന്നത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ബാങ്ക് വാച്ച് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഇന്നലെ നമുക്ക് മനസ്സിലായി ഇൻഡസ്ഇൻഡ് ബാങ്കിന്റെ ബ്രേക്ക് ഔട്ട്, ഇൻഡസ്ഇൻഡ് ബാങ്ക് ഐഡിയ ബാങ്കിന്റെ ബ്രേക്ക് ഔട്ടാണ് മറ്റുള്ള ബാങ്കിനെ ട്രിഗർ ചെയ്തത്. റൈറ്റ്. സോ അങ്ങനെയുള്ള അനാലിസിസ് ചെയ്യാനായിട്ട് നമുക്ക് ഒരുപാട് ഹെൽപ്പ് ആയി. സി, HDFC ബാങ്ക് ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ ചെയ്തിട്ട് പുറത്തേക്ക് വരുന്നു. ICICI ബാങ്ക് ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്തിട്ട് താഴത്തേക്ക് വരുന്നു. SBI ബാങ്ക് ബ്രേക്കപ്പ്, ഇറ്റ്സ് ലൈക്ക് എന്താണ് പറയണത്, what happened to this Kotak Bank? So SBI Bank looking bullish. $36,700 delta is -14. So that's good. See, 37,000 പുറത്തേക്ക് പോവുകയാണെങ്കിൽ ഐ എം വാച്ചിങ് 37,100. സസ്റ്റെയിൻ ചെയ്യുമല്ലേ? നിഫ്റ്റി എന്തായി പറയണം? ഓക്കെ, നിഫ്റ്റി അഗൈൻ ബൈയിങ് മോഡ്. എല്ലാ ബാങ്കും വീണ്ടും ബാങ്ക്സ് നല്ല വോളി ഉണ്ടല്ലോ. ഓക്കെ, കൂൾ. ഫസ്റ്റ് 1 മിനിറ്റില് ഞാൻ പറഞ്ഞ പോലെ 37,000 വെട്ടിച്ച് പോവുകയാണെങ്കിൽ ഐ എം വാച്ചിങ് 36,800 ലെവൽ. ഓക്കെ, ഐ എം മോർ കംഫർട്ടബിൾ സെല്ലിങ് എനിത്തിങ് ബിലോ 36,800. കുറച്ചുകൂടി സേഫ് ആവണമെങ്കിൽ നമുക്ക് ഈ ട്രെൻഡ് ലൈൻ അടിയിലുള്ള എന്തുകൊണ്ട് സെല് ചെയ്യാം, വിച്ച് ഇസ് 36,700. think I might be selling 36,700 first, എന്നിട്ട് അവിടെ നിന്ന് പതുക്കെ 36,800 900 അങ്ങനെ പൊക്കത്തേക്ക് പോവാണെങ്കിൽ പതുക്കെ പതുക്കെ നമുക്കും പൊക്കത്തേക്ക് പോവാം. That's the best option. അതായത് കാണിച്ചില്ലേ, സി 30 താഴത്തേക്ക് വന്നു, found resistance and came back. So it will be really interesting to see. I'm not even considering ഇപ്പോൾ to sell call option. എൻ്റെ മൈൻഡ് മൊത്തം പുട്ട് ഓപ്ഷനാണ്. That's why I'm closely watching 36,700 PE and 35,700 കവർ ചെയ്യാനായിട്ട്. സോ ഇത് രണ്ട് ഞാൻ സെല് ചെയ്ത് ഏകദേശം ഒരു 16-17 പോയിന്റ്സ് എനിക്ക് കിട്ടും. ഞാൻ പക്ഷേ 2 ലോട്ട് സെല് ചെയ്യും. ഞാൻ ഇന്നലെയൊക്കെ 1 ലോട്ട് സെല് ചെയ്തുള്ളൂ, പക്ഷേ ടുഡേ ഐ വിൽ സെൽ 2 ലോട്ട്സ്. ബിക്കോസ് ടുഡേസ് എക്സ്പയറി ഡേ, റൈറ്റ്? അപ്പോൾ സേഫ് ആയിട്ടൊരു എൻട്രി എടുത്തു കഴിഞ്ഞാൽ അത് 920 അലാറമാണ്. Just okay, took support. That's interesting. Okay, we have to assume one more situation. Let's say market ഞാൻ എൻട്രി ചെയ്തു. ലെറ്റ്സ് സേ മാർക്കറ്റ് പൊക്കത്തേക്ക് പോയി, ഞാൻ എൻട്രി ചെയ്ത് ഇവിടെ വെച്ചിട്ട് ദെൻ മാർക്കറ്റ് താഴ്ത്തു വരികയാണെങ്കിൽ വാട്ട് കുഡ് ബി ദ പൊസിഷൻ? നൗ ഐ ഹാവ് ടു പ്രിപ്പയർ ഫോർ ദാറ്റ്. അപ്പോൾ അതിനെന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ വരുമ്പോൾ അടിയിലെ സപ്പോർട്ട് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് അഗൈൻ ദിസ് വിൽ ബി ദ സപ്പോർട്ട്, ദിസ് വിൽ ബി ദ സപ്പോർട്ട്, റൈറ്റ്? സോ ഇൻ കേസ് ഇവിടെ വെച്ചാണ് ആ റെസിസ്റ്റൻസ്, ഐ എം എക്സ്പെക്ടിങ് ഇവിടെ വെച്ചായിരിക്കും ആ റെസിസ്റ്റൻസ്. ഇൻ കേസ് പൊക്കത്തേക്ക് പോകാൻ ശ്രമിക്കുകയാണെങ്കിൽ ഫസ്റ്റ് കിട്ടുക ആ റെസിസ്റ്റൻസിന് അവിടെ പോയിട്ട് മേ ബി ഐ ക്യാൻ I think the $1 million question is whether Bank Nifty will close above 37,000. If you ask me right now, yes. If I know yes, I would say yes. But then നമുക്ക് ഇന്നത്തെ ഡേറ്റ കൂടി നോക്കണം.
ലൈവ് മാർക്കറ്റ് ഡേറ്റ നോക്കിയിട്ട് മാത്രമേ ഡിസിഷൻ എടുക്കാൻ പറ്റുള്ളൂ. സി റിജക്ഷൻ, ടെമ്പററി റിജക്ഷൻ, taking support right now. I don't mind 30 cents പോകേണ്ടത് ഇങ്ങനെ താഴത്തേക്ക് പറയുന്നത്. Completely fine with me. ഒന്നുമില്ലെങ്കിലും 36,800 നോക്കി വെക്കും. In case I'm too late. Yeah, sorry. 36,800 P. Now that has 30 rupees. ഒരു റഷുമില്ല, സമാധാനത്തിൽ കയറിയാൽ മതി. ഏത് പോയിന്റിൽ വേണമെങ്കിലും എൻ്റർ ചെയ്താൽ ഇന്ന് ഈസി 1000 rupees ഉണ്ടാക്കാൻ പറ്റുന്നൊരു ദിവസമാണ്. സോ ഐ ജസ്റ്റ് വാണ്ട് ടു എൻഷുർ ഞാൻ വെറുതെ ചാടിക്കേറി എൻ്റർ ചെയ്ത് ഇന്നത്തെ ഒരു ഈസി പ്രോഫിറ്റ് കളയാൻ താല്പര്യമില്ല. സോ ഐം ജസ്റ്റ് വെയിറ്റിംഗ് ആൻഡ് വാച്ചിങ്. ലൈക്ക് ഐ സെഡ്, ഞാനൊരു സ്ട്രാങ്കിൾ ആയിരിക്കും ബിൽഡ് ചെയ്യാൻ നോക്കുക. ഓക്കെ, 36,700 PE, then 37,500 ആണ് ഞാൻ പൊക്കത്ത് പ്ലാൻ ചെയ്യുന്നത്. Let's wait for one more candle. നിഫ്റ്റി അത്ര പൊക്കത്തേക്ക് പോകുന്നില്ല കേട്ടോ. സോ ഐ ഡോണ്ട് വാണ്ട് അഗ്രസീവ് പൊസിഷൻസ്. അത്ര അഗ്രസീവ് പൊസിഷൻ എടുക്കേണ്ട കാര്യമില്ല. ദാറ്റ്സ് വൈ ഐ എം കൺസിഡറിങ് സെല്ലിങ് 36. ഇത് പൊട്ടിച്ച് പോവുകയാണെങ്കിൽ മേ ബി ഐ വിൽ സെൽ 36,800. അറ്റ് സം പോയിന്റ് മേ ബി ഐ ഗോ അപ് ടു 37,000 ഓൾസോ. മേ ബി 37. അങ്ങനെ പതുക്കെ പതുക്കെ പൊക്കത്തേക്ക് പോവാം. മാർക്കറ്റ് പൊക്കത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ $36,500 പ്രൈസ് എത്തുന്നുണ്ട്. ഭയങ്കര പ്രീമിയം കുറവ്. ലാസ്റ്റ് ടൈം ഞാൻ ട്രാപ്പ് ആയതാണ് ഇതിനകത്ത്. ഇതേപോലെ വലിയ, പക്ഷെ അത് ഒരു ക്യാൻഡിൽ സസ്റ്റെയിൻ ചെയ്തോളൂ. ലൈക്ക് ദിസ് ഇസ് നോട്ട് ദ കേസ്. ഇന്നാണെങ്കിലും മാർക്കറ്റ് ഇസ് കണ്ടിന്യൂസ്ലി ഗോയിങ് അപ്പ്. ലെറ്റ് ഇറ്റ് മേക്ക് 50-minute range. ആ 50-minute range പൊട്ടിച്ച് മാർക്കറ്റ് പൊക്കത്തേക്ക് പോവുകയാണെങ്കിൽ, or even I can wait till this 37,100 ബ്രേക്ക് ചെയ്ത് പോകുന്നവരെ. So right now I'm obviously sure this will be the ചിലപ്പോൾ ഹൈ ചാൻസസ് ഉണ്ട് നമ്മൾ ഈ 36,900 will be the low of the day. So if market is bullish, anything below 36,900 will be safe. But Nifty ലാസ്റ്റ് കാണുന്നില്ല കേട്ടോ. ₹18 ആയി.
ഓ 66 18 റുപ്പീസ്. നമുക്ക് അത്രയൊന്നും റിസ്ക്കും വേണ്ട, അത്രയും റിവാർഡും വേണ്ട. Open interest, put option, put option, put option, put option. 17,000 37,000 പതുക്കെ ബുൾസ് കയറി വരുന്നുണ്ട്. And they are getting killed. Buy and R1 എത്ര പോയിന്റ്സ് ഉണ്ട്? 160 to 200 points. Interesting, ഒരു R1 സപ്പോർട്ട് റെസിസ്റ്റൻസ് അവിടെ ഉണ്ട്. എന്തായിരിക്കും റേഞ്ച് നമ്മുടെ? I think this would be the range to watch out. Yeah, this would be the range. I think even though 50-minute range build ചെയ്താലും I think this should be the range of today's trading. നമ്മുടെ മൂവിങ് ആവറേജ് ഒന്നും അടുത്തില്ല guys, all down. ഇന്നലത്തെ മാർക്കറ്റ് മൂവ്മെന്റ് കണ്ടിട്ട് 5 മിനിറ്റ് പോലും ഓടിയില്ല. സോ മാർക്കറ്റ് ഇവിടെ കിടന്ന് കൺസോളിഡേറ്റ് ചെയ്യുകയാണെങ്കിൽ പ്രോബബിൾ 50-minute റേഞ്ച് ഇവിടെയാണ്. പക്ഷേ ഐ ഡോണ്ട് തിങ്ക് അതൊരു I wouldn't consider that as a 50-minute range. I would consider this line as a 50-minute range. അതാ പറഞ്ഞത്, ഞാൻ ഈ ലൈനാണ് 50-minute range ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇത് പൊട്ടിച്ച് പോവുകയാണെങ്കിൽ I can comfortably sell P. Market, but it doesn't look like. Okay, banks and they. Banks. Oh, chart layout. State Bank of India. HDFC Bank ആണ് തിരിച്ച് കയറി വരുന്നത്. Lot of selling in HDFC Bank. Okay. HDFC Bank initially ചെറിയൊരു down movement, but then I don't think so. ഇന്നലെ എത്ര പോയി? ചെറിയൊരു സെല്ലിംഗ് പ്രഷർ ബാങ്ക് നിഫ്റ്റിയിൽ കാണുന്നുണ്ടല്ലോ, സോറി ICICI ബാങ്കിൽ. I'm just waiting to see whether 37,000 sustain ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത്. That's why I said yesterday, ഇത് പൊക്കത്ത് പോയി 37,000 മുട്ടണമായിരുന്നു. So that trading would have been easy today. പക്ഷെ ഇന്നിപ്പോൾ ഓക്കെ HDFC ബാങ്ക് പൊക്കത്തേക്ക് പോകാൻ നോക്കുന്നുണ്ട്. അവിടെ പോലെ HDFC ബാങ്ക് പോവുകയാണെങ്കിൽ HDFC സാധാരണ കയറി പോവാറുണ്ട്. ലൈൻസ് ഓഫ് ഇൻഡൈസസ് എങ്ങനെയുണ്ട്? എല്ലാം ഗ്രീൻ, പോസിറ്റീവ് പോസിറ്റീവ് പോസിറ്റീവ്. T consolidating, pharma down, FMCG up, T Bank Nifty 189
points up already. If I know the sell, I would sell 36,600. But then what if a crash comes in? 36,600 P trend 13 points. Not enough. 36,700 trend. Delta is only 0.13. So that's cool. See, it looks ഇവിടെയും കൂടി വരച്ചേക്കാം പോട്ടെ. സോ നമുക്ക് മനസ്സിലാവില്ല എന്താ സംഭവിക്കുന്നത്. So this is our Goldilocks zone. Last time എന്താ സംഭവിച്ചത്? മാർക്കറ്റ് 50-minute റേഞ്ച് പൊട്ടിച്ചു പോയോ? ഏത് ദിവസം വരുന്നത്? It was long time before. 50-minute range close ചെയ്യാൻ പറ്റില്ല. So yeah, so we'll look for same thing. ഈ 50-minute range sustain ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലേ ബാങ്ക് നിഫ്റ്റിക്ക് എന്നുള്ള. സസ്റ്റെയിൻ ചെയ്ത് ഇപ്പോൾ മാർക്കറ്റ് ചെറുതായിട്ട് പോകുന്നുണ്ട്. എവിടെയാണ് പോകുന്നില്ലേ? ഓക്കെ ഫൈൻ. ഇവിടെ എത്തിയോ? സോറി. ലാസ്റ്റ് ടൈം എന്താ വെച്ചാൽ ഈ 50-minute range സസ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല. ലൈക്ക് ഈ റെസിസ്റ്റൻസ് എടുത്ത് താഴത്തേക്ക് വന്നു. So if this resistance is broken, that is a good sign for us. Like I said, I just need 1,000 rupees. എങ്ങനെയെങ്കിലും ഒരു 1,300 points ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ മതി. ടോപ്പ് സൈഡ് എങ്ങനെയുണ്ട്? 37,300 നല്ലൊരു കാൻഡിഡേറ്റ് ആണ്. വേറൊരു വെബ്സൈറ്റും കൂടി ഉണ്ട്, OI Pulse എന്ന് പറഞ്ഞിട്ട്. I actually like that website really well. I mean, എനിക്ക് ആ വെബ്സൈറ്റ് ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് കറക്റ്റ് ഷോർട്ട് ബിൽഡപ്പ് ഇവിടെ നടക്കുന്നു. OI സെന്റിമെന്റ് ഒക്കെ കറക്റ്റ് നമുക്ക് മനസ്സിലാവും. See again taking resistance. So is it so Nifty sentimentum, Bank Nifty sentimentum, we need to watch out. Nifty എന്തായാലും പവർ ഇല്ല. ബാങ്ക് നിഫ്റ്റി ഇതുവരെ പവർ ഇല്ല. So എൻ്റെ പ്ലാൻ എന്നല്ല, I'm just closely watching this. ഈ ലൈൻ എന്ത് സംഭവിക്കുന്നില്ല, because I want to know for sure. ഞാൻ എവിഡൻസിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് 37,000 സസ്റ്റെയിൻ ചെയ്യോ ഇല്ലേ എന്നുള്ളത്. കാരണം റൈറ്റ് നൗ ഇസ് ഓൺലി 33 points up, which is not convincing enough, right? I only want to trade in this market. Either I am 100% sure market 37,000 അടിയിലേക്ക് പോകും, or 100% sure 37,000 പൊക്കത്തേക്ക് മാർക്കറ്റ് പോകുന്നുള്ളൂ. അല്ലാതെ ഞാൻ ട്രേഡ് ചെയ്തിട്ട് കാര്യമില്ല. There are high chances എൻ്റെ ഏതെങ്കിലും ഒരു ലെഗ് പോയി സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവാനായിട്ട്. So I'm just waiting for that. So once I get a clear update, maybe I'll come back and let you know. Yeah. Okay. Hi. So സമയം ഇപ്പോൾ 10:23. വെറും കോമഡിയാണ്. കോമഡി എന്ന് പറഞ്ഞാൽ അട്ടർ കോമഡിയാണ്. സി ബാങ്ക് നിഫ്റ്റി താഴത്തേക്ക് വരാൻ നോക്കി. ഓക്കെ, ഇവിടെ നിന്ന് റെസിസ്റ്റൻസ് ഞാൻ പറഞ്ഞ പോലെ 50-minute range I am closely watching. But then if you look at 5 minutes, I look at that. Rejection. Then മാർക്കറ്റ് താഴത്തേക്ക് വരാൻ തുടങ്ങി. താഴത്തേക്ക് വരാൻ തുടങ്ങിയപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഞാൻ ഓൾ ഓപ്ഷൻസ് പതുക്കെ നോക്കാൻ തുടങ്ങി. ഓൾമോസ്റ്റ് ഞാൻ 37,200 സെല് ചെയ്തു. സെല് ചെയ്യാൻ പോയി. ഓക്കെ, സി
ഇൻ കേസ് ഞാൻ കള്ളം പറയുകയാണെങ്കിൽ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ആകെ ചെയ്തത് അറിയാതെ ഒരു കവർ കോൾ എൻ്റർ ചെയ്ത് പോയി, ഇത്രയേ ഉള്ളൂ. ഓക്കെ, സോ 3700. ഓക്കെ, സോ നെക്സ്റ്റ് ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ മേ ബി, കാരണം ബാങ്ക് നിഫ്റ്റി ഇസ് ട്രൈങ് ടു ഗോ അപ്പ്. ഭയങ്കര അഗ്രസീവ്, എല്ലാ ബാങ്കും ലുക്കിംഗ് ബുള്ളിഷ്, ഭയങ്കര അഗ്രസീവായിട്ട് ബാങ്ക് നിഫ്റ്റി തിരിച്ച് പൊക്കത്തേക്ക് പോകാൻ നോക്കി. പൊക്കത്തേക്ക് നോക്കിയപ്പോൾ തന്നെ ഞാൻ എന്ത് ചെയ്തു, 36,800 PE സെല് ചെയ്തു. മേ ബി ഒരു ആക്രാന്തം ഞാൻ കാണിച്ച എവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പൊട്ടിക്കാൻ നോക്കുന്നുണ്ടായിരുന്നു ബാങ്ക് നിഫ്റ്റി. ദെൻ ഇത്രയും പോസിറ്റിവിറ്റി കണ്ടുകൊണ്ടിട്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ പോയി 37,100 പോയി ബൈ ചെയ്തു. അഗെയിൻ ഒരു റീറ്റെയിൽ ട്രേഡർ മണ്ടത്തരം, ക്ലാസിക് റീറ്റെയിൽ ട്രേഡർ മണ്ടത്തരം എന്ന് പറയാൻ പറ്റത്തില്ല. ഐ ഹാഡ് ഗുഡ് ഫണ്ടമെന്റൽ. അത് പൊട്ടിച്ച് പൊക്കത്തേക്ക് പോകാൻ നോക്കുന്നുണ്ട്. മേ ബി ഒരു ജാക്ക് പോട്ട് കിട്ടിയേക്കാം, ജസ്റ്റ് ജാക്ക് പോട്ട്. ഹൗഎവർ ഞാൻ ആകെ 27 പോയിന്റ് സ്റ്റോപ്പ് ലോസേ വെച്ചിട്ടുള്ളൂ. ആ 27 പോയിന്റ് സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ഇപ്പോൾ പൊക്കത്തേക്ക് പോകുന്നുണ്ട്, എൻ്റെ പ്രോഫിറ്റ് കൂടിയിട്ടുണ്ട്. 27 പോയിന്റ് സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് എന്താ അവിടെ സംഭവിക്കുന്നത്, വെയിറ്റ്, ഡിസ്ട്രാക്ഷൻ ആണല്ലോ മൊത്തത്തിൽ. പൊക്കത്തേക്ക് പോകാൻ നോക്കുന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ല. ചെറിയ റെസിസ്റ്റൻസ് കാണുന്നുണ്ട് 37,100. ഓക്കെ, so 30 point stop loss, but then that's coincide with 36,800 premium, so that in case of stop loss ഇട്ടായാലും എനിക്ക് ആ ലോസ് ഈ 36,800 premium ഡീക്കേജ് ചെയ്യാൻ പറ്റും. So either I won't make any money or I will make a lot of money. as in വേറെ amount ഒന്നുമില്ല. In case bank nifty breakout ആവുകയാണെങ്കിൽ ഇതിന്റെ പൊക്കത്തേക്ക്. As of now it's looking like that. So let's wait and see. ചെറിയൊരു ടെൻഷൻ അടിപ്പിക്കുന്നുണ്ട് ഈ ഒരു ലെവലിൽ കിടന്ന് കളിക്കുന്നത് കാരണം. ലെറ്റ്സ് സീ, ചെറിയൊരു ടെൻഷൻ ഇല്ലാതില്ല. എന്ത് സംഭവിക്കും എന്നുള്ളത് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, എനിവേ I'm not planning to call any, sorry, I'm not planning to sell any call option as of now. Looks very dangerous. Call option സെല്ലിനെക്കാട്ടും I find more reasonable to buy this thing. എന്താണ്, look at that 35,800 PE. Okay, 35,800 PE. That means people are aggressively selling call options, sorry, put options. Okay, almost 1 rupee up by. Actually എൻ്റെ പ്രോഫിറ്റ് മൊത്തം അവിടെ നിന്ന് വന്നിരിക്കുന്നത്. ഇപ്പോൾ എൻ്റെ ഹയസ്റ്റ് മേക്ക് പ്രോഫിറ്റ് മേക്കിംഗ് ലെഗ് ഇപ്പോൾ എൻ്റെ കവർ കോളാണ്. wow, PSU ബാങ്ക്സ് എല്ലാം പൊക്കത്തേക്ക് പോകുന്നുണ്ടല്ലോ. കമോൺ ബാങ്ക് നിഫ്റ്റി, എൻ്റെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായിട്ട് പൊക്കത്തേക്ക് പോലെ പ്ലീസ്. ഓക്കെ, ലെറ്റ്സ് സീ, ഇതൊരു ആന്റി ക്ലൈമാക്സ് ആവോ എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ടി വരും. ഓക്കെ, സോ നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ 37,136 ബ്രേക്ക് ചെയ്ത് പൊക്കത്തേക്ക് പോയി. but then you know what happened, മാർക്കറ്റ് എൻ്റെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ട് റിവേഴ്സ് ചെയ്തു. നൗ സീ, ഞാൻ 102 മേടിച്ച സാധനം ഇപ്പോൾ 164. യെറ്റ് ഞാൻ ലോസിലായിപ്പോയി. ദാറ്റ്സ് റിയലി ഹാർട്ട് ബ്രേക്കിംഗ് മാൻ. സി, എൻ്റെ എൻ്റെ സ്റ്റോപ്പ് ലോസ് 83 സംവെയർ അറൗണ്ട് ഹിയർ. സി, അത് 80 വരെ പോയിട്ട് എൻ്റെ സ്റ്റോപ്പ് ലോട്ട് ഹിറ്റായിട്ട് മാർക്കറ്റ് പൊക്കത്തേക്ക് പോയി. സി, ഇവൻ തോന്നുന്നു നമ്മുടെ അനാലിസിസ് കറക്റ്റ് ആയിരുന്നെങ്കിലും ചെറിയൊരു നുമ്പരം മനസ്സിലുണ്ട്. സി 178, oh my god. ഓക്കെ, ലെറ്റ്സ് നോട്ട്. ഇത് കണ്ടിരിക്കാനുള്ള ശേഷി എനിക്കില്ലാതായിപ്പോയി. ഓക്കെ, ലെറ്റ്സ് സീ. സോ നൗ I don't want to get in now. എനിക്ക് കയറേണ്ട ആവശ്യമില്ല. സി, ബാങ്ക് നിഫ്റ്റി ഒബ്വിയസ്ലി ബ്രേക്ക്ഔട്ട് ആയി നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായിട്ട്. ബിക്കോസ് ഒരു പ്രാവശ്യം നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിന്നെ രണ്ടാമത് റിസ്ക് എടുക്കാൻ പറ്റത്തില്ല. നൗ ഇറ്റ്സ് നോട്ട് വർത്ത് ഇറ്റ്. ടുഡേ ഇസ് നോട്ട് അവർ ഡേ, അത്രേ ഉള്ളൂ. but then extremely heartbreaking. എനിവേ, കുഴപ്പമില്ല. ഇനിയിപ്പോൾ നമ്മുടെ ആകെയുള്ള ഹോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ ടോപ്പ് കണ്ടെത്താന്നുള്ളതാണ്. ഓക്കെ, ഇത് ടോപ്പ് കണ്ടെത്തുക എന്നുള്ള ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. കാരണം ഇപ്പോൾ ബാങ്ക് നിഫ്റ്റി കുതിക്കുകയാണ്. അതെ, എന്താ ഇവിടെ സംഭവിക്കുന്നത്? ഷിറ്റ് മാൻ, സോ സാഡ്. ആരാണ് പറപ്പിക്കുന്നത്? ബാങ്ക്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, PSU ബാങ്ക്സിൽ നല്ല രീതിയിൽ പൊക്കത്തേക്ക് പോകുന്നുണ്ട്. സോ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ബാങ്ക് നിഫ്റ്റി പറപ്പിക്കുന്നത്. വേണമെങ്കിൽ എനിക്ക് 37,000 ഷിഫ്റ്റ് ചെയ്യാം. 37,000 P25 ഉണ്ടല്ലേ? 37,000 Pയിലേക്ക് ഞാൻ ഷിഫ്റ്റ് ചെയ്യാം. 36,800. Nobody stopping him. 36,800 ഞാൻ എക്സിറ്റ് ചെയ്യുന്നു. 37 എൻ്റെ 38,100 സെൽ. ഓക്കെ, അത് ഞാൻ എക്സിറ്റ് ചെയ്യും. ക്ലോസ് പൊസിഷൻ. സി ഓക്കെ, ഇതാണ് എൻ്റെ പൊസിഷൻ. ഓക്കെ, ഓൾറെഡി ഞാൻ കുറേ പൊസിഷൻ എടുത്തു. എൻ്റെ സിയിലേക്ക് സ്റ്റോപ്പ് ലോസ് ഹിറ്റായി 6 times. 238 man, 238. Fuck. ഓൾമോസ്റ്റ് ഡബിൾ. ഞാനത് എൻ്റെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായില്ലായിരുന്നെങ്കിൽ. ഓക്കെ, എനിവേ പോട്ടെ. 36,800 ഞാൻ ആക്ച്വലി 130 rupees. 38,100 CE ഞാൻ വെറുതെ ഹോൾഡ് വെച്ചിരിക്കുകയാണ്. 36,100 PE അത് 252 വെറുതെ കിട്ടി. സോ ഇറ്റ് ഷോസ് ആക്ച്വലി എത്ര ബുള്ളിഷാണ് ബാങ്ക് നിഫ്റ്റി എന്ന്. അവിടെ എൻ്റെ കുറച്ച് now I am expecting Bank Nifty to close above 37,000. So അതുകൊണ്ടിട്ട് ഇനിയിപ്പോൾ ഇത് നമുക്ക് ഗോൾഡൻ റേഞ്ചിൻ്റെ ആവശ്യമില്ല. Now I am expecting Bank Nifty to close above 37,000. അതുകൊണ്ടാണ് ഞാൻ 37,000 P സെൽ ചെയ്തത്. Look at that, 60 rupees. Market is really crazy today. ശരി, റിവേഴ്സിലേക്ക് എക്സ്പെക്ട് ചെയ്യും. 37,000 save. See, this is what market is capable of doing to you. It will just നമ്മൾ കുതിപ്പിച്ചിട്ടുണ്ടല്ലോ. It's okay. Now I'm expecting ഒന്നെങ്കിൽ ഈ സപ്പോർട്ട് ഇതിൻ്റെ അടിയിലേക്ക് മാർക്കറ്റ് വരില്ല. മാർക്കറ്റ് ഷുഡ് ക്ലോസ് അബവ് 37,000 ടുഡേ. അതാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ആൻഡ് ദാറ്റ് ഷുഡ് ബി സേഫ് ബിക്കോസ് ദാറ്റ് വിൽ ഗിവ് us a lot of money. കാരണം ഓൾറെഡി 27 ഇല്ലേ. $27 2750 50 ഞാൻ സെല് ചെയ്തിരിക്കുന്നത്. ദാറ്റ് മീൻസ് എനിക്കൊരു 20 points ദാറ്റ് വിൽ ഗിവ് us 1000 points. എനിക്കൊരു ടോപ്പും കൂടി കണ്ടെത്താൻ പറ്റിക്കഴിഞ്ഞാൽ Bank Nifty breakout, there's no point in doing it. Anyway, let's see. ഇപ്പോൾ ഞാൻ ഓൾറെഡി എൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തു. നമ്മുടെ സിയിലേക്ക് അൺഫോർച്ചുനേറ്റ്ലി സ്റ്റോപ്പ് ലോസ് ഹിറ്റായിട്ട് മാർക്കറ്റ് റിവേഴ്സ് ചെയ്തു. നമുക്കൊരു 2,000-2,500 പ്രോഫിറ്റ് വെറുതെ മിസ്സായി. ഇറ്റ്സ് ഓക്കെ, പാർട്ട് ഓഫ് ദ ഗെയിം. സം ഡേ വിൽ ഗെറ്റ് ദാറ്റ് റൈറ്റ്. Then now market is now reversing, trying to reverse, but then that's expected, right? ഇത്രയും പൊങ്ങി പോയി വന്നിട്ട് I'm expecting 36,100 would be a great support. അല്ലെങ്കിൽ നമ്മുടെ 50 range great support. അത് രണ്ടും പൊളിഞ്ഞിട്ടും നമ്മൾ പണി വാടി ചെറുതായിട്ട്. So let's see what happens.
നൗ സമയം 12:19. ആസ് യു നോ മാർക്കറ്റ് റാലി ചെയ്തു. നമ്മൾ എന്ത് ചെയ്തു, ഈവൻ ദോ കറക്റ്റ്ലി നമ്മൾ എല്ലാ കാര്യങ്ങളും ഈവൻ ദോ മാർക്കറ്റ് പ്രോപ്പറായിട്ട് റീഡ് ചെയ്തു, മാർക്കറ്റ് അതുപോലെ പോയി, എന്നിട്ടും വി ആർ നോട്ട് ഇൻ എ ഗുഡ് പ്രോഫിറ്റ്. ആക്ച്വലി 392 ഇസ് എ വെരി ഗുഡ് പ്രോഫിറ്റ്, ഇല്ലെന്നല്ല, പക്ഷേ ഈ ഒരു റാലി വി മിസ്ഡ് ഔട്ട്. അതിനുള്ള പൊസിഷൻ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായിട്ട് മാർക്കറ്റ് പൊക്കത്തേക്ക് പോയി. വെരി അൺഫോർച്ചുനേറ്റ്. ഇപ്പോൾ നമ്മൾ 300-ന് പകരം നമ്മളിപ്പോൾ ഒരു 2500 3000 വരെയൊക്കെ പോകേണ്ടതായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി ദാറ്റ് ഈസ് നെവർ ദ കേസ്. മാർക്കറ്റ് ഹാസ് എ വെരി, എന്താ പറയുക, നമ്മൾ ചെറിയ മിസ്റ്റേക്ക് പോലും മാർക്കറ്റ് ഫോർഗീവ് ചെയ്യത്തില്ല എന്നുള്ളതിൻ്റെ വലിയൊരു പ്രൂഫാണ് ഇന്ന്. എനിവേ, സോ ഞാൻ എന്താ ഐഡന്റിഫൈ ചെയ്ത് വെച്ചാൽ മാർക്കറ്റിൽ ഒരു ട്രെൻഡ് ലൈൻ ഫോം ആവുന്നുണ്ട്. ഓക്കെ, ആ ട്രെൻഡ് ലൈൻ എന്ന് പറയുന്നത് ഇതാണ്. അത് ട്രെൻഡ് ലൈൻ സ്റ്റാർട്ട് ചെയ്ത് ഇന്നലെയാണ്. ഇവിടെ വെച്ചിട്ടാണ് മറ്റേ എന്താണ് നമ്മുടെ എൻ്റെ പേരെന്താ, മറ്റേ ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെ ഒരു റാലി തുടങ്ങിയല്ലോ, അവിടെ ഇവിടെ നിന്നാണ് തുടങ്ങിയത്. ഓക്കെ, ഇവിടെ നിന്ന് തുടങ്ങിയ റാലി മൾട്ടിപ്പിൾ ടൈംസ് ഈ ട്രെൻഡ് ലൈൻ റെസ്പെക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. സോ ഞാൻ ഈ പോയിന്റ് എത്തിയപ്പോഴാണ് ഈ ട്രെൻഡ് ലൈൻ വരച്ചത്. സോ ഐ ഹാവ് ബീൻ ക്ലോസ്ലി വാച്ചിങ് ദിസ് ട്രെൻഡ് ലൈൻ. ഓക്കെ, നൗ as you guys can see നമ്മുടെ മാർക്കറ്റ് കുറച്ച് നേരായിട്ട് കൺസോളിഡേറ്റ് ചെയ്യാണ് ഈ ലെവലിൽ. സോ വാട്ട് ഐ ഡിഡ് വാസ്, ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തപ്പോൾ ഐ തോട്ട് ഓക്കെ, നൗ ഇറ്റ് ക്യാൻ ബി അപ്പർ സൈഡ് ലിമിറ്റഡ് ആയിരിക്കാം എന്നുള്ളത്. സോ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, 37,600 കോൾ ഓപ്ഷൻ സെൽ ചെയ്തു. വൈ 37,600 കോൾ ഓപ്ഷൻ സെല്ല്? ഒന്ന് 300 പോയിന്റ് എബോവ് ആണ്, പിന്നെ ഇപ്പോൾ 37,600 ഒന്ന് കുറച്ച് പതുക്കെ കണ്ടോ, പതുക്കെ കോൾ ഓപ്ഷൻസ് ഒക്കെ പതുക്കെ തലപൊക്കി തുടങ്ങുന്നുണ്ട്. സോ ദാറ്റ് മീൻസ് ചെറിയൊരു ബൂസ്റ്റ് മാർക്കറ്റിന് കുറഞ്ഞിട്ടുണ്ട്, പൊക്കത്തേക്കുള്ള ബൂസ്റ്റ് ചെറുതായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അതാണ് ഇവിടെ റെഡ് ക്യാൻഡിൽ ഫോം ചെയ്യുന്നത്. ഇപ്പോൾ നിഫ്റ്റിയിൽ ഇന്നലെ നോക്കുകയാണെങ്കിൽ, ഇന്നലെ കണ്ടോ, നിഫ്റ്റിയിൽ ഒരു റെഡ് ക്യാൻഡിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അത് കഴിഞ്ഞ് മൊത്തം ഗ്രീൻ ക്യാൻഡിലായിരുന്നു. സോ ബാങ്ക് നിഫ്റ്റിയിൽ ചെറിയൊരു ബൂസ്റ്റ് കുറവ് കാണിക്കുന്നുണ്ട്. സോ അതുകൊണ്ടിട്ട് ഞാൻ എന്ത് ചെയ്തു, സേഫ് ആയിട്ട് 37,600 എക്സ്പെക്ടിങ് മാർക്കറ്റ് 37,500 എബോ പോകത്തില്ല എന്നുള്ള എക്സ്പെക്ടേഷനിലാണ് ഞാനത് സെല് ചെയ്തിരിക്കുന്നത്. സോ ഫാർ അത് പ്രോഫിറ്റബിൾ ആണ്. റൈറ്റ് നൗ നമ്മുടെ ഇതും കൂടുതലാണ്, ഹെൽത്തിയാണ്, സ്ട്രാങ്കിളിൻ്റെ പ്രീമിയംസ് ഹെൽത്തിയാണ്. സോ ടോട്ടൽ ലെറ്റ്സ് സീ 28, ഓക്കെ, 28 എന്ന് പറയുന്നത് 29 കമ്പൈൻഡ് പ്രീമിയം ഉണ്ട്. കവറിൻ്റെയും ഏകദേശം 8 rupees, 29 + 8 -8. ഓക്കെ, അപ്പോൾ ഏകദേശം ഒരു 20 പോയിന്റ്സ് വരെ നമുക്ക് അഡീഷണൽ കിട്ടാനുണ്ട് മാർക്കറ്റിൽ നിന്ന്. ഓക്കെ, സോ 20 പോയിന്റ്സ് മൊത്തം കിട്ടത്തില്ലായിരിക്കും, ഒരു 15 പോയിന്റ് വെച്ചു. അപ്പോൾ ഏകദേശം നമ്മളൊരു 1000 ഒക്കെ ആവാൻ, നമ്മൾ 1200 ആണെങ്കിൽ 1000 വരെയൊക്കെ പോകാൻ സാധ്യതയുണ്ട്. മാർക്കറ്റ് വേഗമായിട്ട് താഴത്തേക്ക് പോവുകയാണെങ്കിൽ ചിലപ്പോൾ ഞാൻ 37,500 സെല് ചെയ്യും. ലെറ്റ്സ് സീ വാട്ട് ഹാപ്പൻസ്. ആസ് ഓഫ് നൗ തിങ്സ് ആർ ഓക്കെ, നമ്മൾ പ്രോഫിറ്റബിൾ ആണ്. ഇന്നലെയും നമ്മൾ പ്രോഫിറ്റബിൾ ആയിരുന്നു, പിന്നെ അവസാനം വന്ന റാലിയിലാണ് നമ്മൾ ലോസിലേക്ക് പോയത്. അപ്പോൾ അതുപോലെ ഇന്ന് സംഭവിക്കാതിരിക്കാം. ഇന്ന് നമ്മൾ ഓൾറെഡി 13 ട്രേഡ്സ് എടുത്തു, വിച്ച് ഇസ് ക്വൈറ്റ് ഹൈ. ഞാൻ മാക്സിമം എടുത്തിരിക്കുന്ന ട്രേഡ് 33 ആണ്. 33 ആണോ 57 ആണോ, സംവെയർ അറൗണ്ട് ദാറ്റ്. സോ എന്നാലും ഇതിന് കൂടുതൽ അഡ്ജസ്റ്റ്മെന്റ് ഒന്നും ഞാൻ വരുത്താൻ പോകുന്നില്ല, ഓവറായിട്ട് ട്രേഡ് ചെയ്യുന്നില്ല. ചിലപ്പോൾ ബാങ്ക് നിഫ്റ്റി ഈ ട്രെൻഡ് ലൈൻ വെച്ച് കൺസോളിഡേറ്റ് പോയേക്കാം. എന്നാലും ഒരു 37,500 ഞാനൊരു റിജക്ഷൻ എക്സ്പെക്ട് ചെയ്യുന്നു. HDFC ബാങ്ക് യു-ഷേപ്പ് റിക്കവറി. SBI ആണ് ആക്ച്വലി നമ്മളെ കൾപ്രിറ്റ്, PSU ബാങ്ക്സ് ബേസിക്കലി. ലെറ്റ്സ് സീ, SBI ബാങ്കിൻ്റെ ഒരു അനാലിസിസ് ഇവിടെ ഉണ്ടല്ലോ. ഇന്നത് സപ്പോർട്ട് എടുത്ത് പോയി. വേറെ ഉള്ളത് കാണുന്നത് ഓൾറെഡി 2.3% അപ്പാണ്.
ഇതാണ് ആക്ച്വലി ബാങ്ക് നിഫ്റ്റീനെ 34 സംതിങ് 35 എത്തിച്ചത്. ഓക്കെ, ഈ ഒരു മൂവ്മെന്റ് ആണ്. ഇന്ന് ഈ ഒരു മൂവ്മെന്റ് ബാങ്ക് നിഫ്റ്റിയെ 36 37 എത്തിച്ചു. സോ SBI ആണ് ഹീറോ. ലെറ്റ്സ് സീ, ഹോപ്പിംഗ് മാർക്കറ്റ് കൺസോളിഡേറ്റ് ചെയ്യുന്നു. ഇനി അങ്ങോട്ട് കുറച്ച് റിസ്കി ആണ് എടുത്തിരിക്കുന്നത്. സി എല്ലാ വരയുടെയും പൊക്കത്ത് ബാങ്ക് നിഫ്റ്റി പോയിട്ടുണ്ട്. ഇനി പുതിയ വര അതിന്റെ പൊക്കത്ത് പോയി വരക്കണം. നമുക്ക് ലിമിറ്റ് ഇല്ല, അപ്പർ ലിമിറ്റ് ഇല്ല. ആക്ച്വലി കറന്റ്ലി ഉള്ളത് 37,400 റെസിസ്റ്റൻസ് ഉള്ളത്. കുറച്ചടിയിലേക്ക് പോവാം, 37,200 വരെയൊക്കെ പോവാം. ഇത് കുറച്ച് ഹൈ ആണ്. എനിവേ ഐ എം ഷുവർ നൗ 37,000 എബോവ് മാർക്കറ്റ് ക്ലോസ് ആവുന്നുള്ളത്. 36,500 അടിയിൽ ക്ലോസ് ആവും ഇല്ലേ എന്നുള്ളത് മാത്രമേ ഉള്ളൂ ചോദ്യചിഹ്നം. അത് കറക്റ്റായിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ വി ഷുഡ് ബി പ്രോഫിറ്റബിൾ ടുഡേ ഓൾസോ. സോ ലെറ്റ്സ് സീ, ഐ വിൽ അപ്ഡേറ്റ് യു ഗൈസ്. ഓക്കെ, സോ സമയം ഇപ്പോൾ 1:05. മാർക്കറ്റിൽ ഞാൻ വലിയൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ ഒന്നും കാണുന്നില്ല. ഇതിപ്പോൾ മേളിലേക്ക് തന്നെയാണ് പോക്ക്. ഇടയ്ക്കിടയ്ക്ക് താഴേക്ക് വന്ന് ഈ ട്രെൻഡ് ലൈൻ സപ്പോർട്ട് എടുക്കും, പിന്നെയും പൊക്കത്തേക്ക് പോകും. ഇപ്പോൾ ഇത് ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തൊരു ക്യാൻഡിൽ ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. ഡസ് ദാറ്റ് മീൻ ക്യാൻഡിൽ വിൽ ഗോ ബാക്ക്? ഐ ഡോണ്ട് റിയലി തിങ്ക് സോ. 50-minute ക്യാൻഡിൽ എന്ന് പറയുന്നു. ഐ ഡോണ്ട് റിയലി തിങ്ക് സോ. പക്ഷെ എന്നാലും ഒരു റെസിസ്റ്റൻസ് എന്തായാലും 36,500 അവിടെ ഈ റേഞ്ചിൽ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. കാരണം അത്ര ഈസി ആയിട്ട് 36,500 ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് എൻ്റെ എക്സ്പെക്ടേഷൻ. ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഒരു സ്റ്റോപ്പ് ലോസ് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് 40 റേഞ്ചിൽ. സ്റ്റോപ്പ് ലോസ് ഹിറ്റായാൽ എനിക്ക് പണി കിട്ടും, ഞാൻ ഇന്ന് ലോസിലേക്ക് പോകും. ഹിറ്റായാൽ ഞാൻ വേറെ എൻട്രി എടുക്കാൻ നോക്കും, ഇല്ലെങ്കിൽ ഞാൻ വിടും. ഇത്രേ ഉള്ളൂ. നമ്മുടെ ഭാഗ്യമുള്ള ദിവസമല്ല. ഓൾറെഡി ഒരു അൺഫോർച്ചുനേറ്റ് 37,100 കഥ നമുക്കറിയാലോ. ഓക്കെ, ഇപ്പോൾ എൻ്റെ എക്സ്പെക്ടേഷൻ മാർക്കറ്റ് 37,100 റെസിസ്റ്റൻസ് എടുക്കും എന്നുള്ളതാണ്. അത് വേറൊന്നുമില്ല, ഇവിടെ ഒരു കോൾ ഓപ്ഷൻ ബിൽഡപ്പ് നല്ല രീതിയിലുണ്ട്. ഞാൻ അത് 37,500 കൂടിയല്ല സെല് ചെയ്തിരിക്കുന്നത്. ഞാൻ കുറച്ച് മാറി 3600 ആണ് സെല് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു എക്സ്പെക്ടേഷൻ ഞാൻ എപ്പോഴും കീപ്പ് ചെയ്യുന്നു. പക്ഷേ ഓൺ സേഫർ സൈഡ് ഐ വോണ്ട് ദിസ് ട്രെൻഡ് ലൈൻ ടു ബി ബ്രോക്കൺ. ഈ ഒരു റേഞ്ചിൽ മാർക്കറ്റ് കിടന്ന് കളിക്കാനായിട്ട്, ഈ റേഞ്ചിൽ മാർക്കറ്റ് കളിച്ചാലേ എനിക്ക് എന്തെങ്കിലും ഉപകാരമുള്ളൂ. ഇങ്ങനെ കിടന്ന് കളിച്ചുകൊണ്ട് ഇനി ഐ ഡോണ്ട് വാണ്ട് 37,500 ടു ബ്രേക്ക്. ഫ്യൂച്ചറല്ല, നമ്മുടെ എന്താണ് ഗ്ലോബൽ ക്യൂസ് എല്ലാം പോസിറ്റീവ് ആണ്. UK മാർക്കറ്റ് ഈസ് ഗോയിങ് അപ്പ്. ചിലപ്പോൾ നമ്മൾ ഓൾ ടൈം ഹൈറ്റ് ചെയ്തുകൊണ്ടിരിക്കാം എഗെയിൻ. പിന്നെ ചാമ്പ്യൻ UK, Germany, France, everyone looks really positive. അത് ആക്ച്വലി നമുക്ക് അത്ര നല്ലതല്ല. ചിലപ്പോൾ അത് കൂടുതൽ ബൈ ട്രിഗർ ചെയ്യുമോ എന്നുള്ളതാണ് സംശയം. ഓൾറെഡി ബാങ്ക് നിഫ്റ്റി 547. ബാങ്ക് നിഫ്റ്റി 547 പോയി. സ്റ്റിൽ നമ്മളൊരു നോൺ ഡയറക്ഷണൽ ട്രേഡർ ആണ്, എന്നിട്ടും ഞാൻ 342 rupees പ്രോഫിറ്റിലുണ്ടെങ്കിൽ ദാറ്റ്സ് എ ഗുഡ് തിങ്. മാർക്കറ്റ് എക്സ്ട്രീംലി അൺകണ്ടീഷണൽ ആണ് നമുക്ക് വേണ്ടി. മാർക്കറ്റ് ട്രെൻഡ് ലൈൻ പൊട്ടിച്ച് താഴത്തെ വന്നിട്ടേ ഇല്ല. അറ്റ് എനി പോയിന്റ് മാർക്കറ്റ് കൺസോളിഡേറ്റ് ആയിട്ടില്ല. ആൻഡ് ദാറ്റ് ഈവൻ ഒരു അൺലക്കി ട്രേഡിൽ. ഓക്കെ, സോ വി ഡിഡ് എവറിത്തിങ് റൈറ്റ് ടുഡേ. എന്നിട്ടും വി ആർ സ്ട്രഗ്ലിംഗ്. ദാറ്റ്സ് സിംപ്ലി ഓക്കെ, റൈറ്റ്. ഫണ്ടമെന്റലി നമ്മൾ ചെയ്തെല്ലാം കറക്റ്റ് ആണ്. 37,500 ഒരുപാട് കോൾ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. പക്ഷേ okay, that's bad news. വെട്ടിച്ചു. There's nothing to stop. ഇനി ആകെ ഹോപ്പുള്ളത് ഈ ട്രെൻഡ് ലൈൻ മാത്രമാണ്.
ഓൾമോസ്റ്റ് ഒരു 900 വരെയൊക്കെ പോയതാണ് നമ്മുടെ പ്രോഫിറ്റ് ലെവല്. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു പകുതിയായി. പക്ഷെ ഇത് വെട്ടിച്ച് പോയി കഴിഞ്ഞാൽ പണിയാവും. വെട്ടിച്ച് പോകുന്നുണ്ട്. That's bad for us. Bad for us. HDFC Bank. HDFC Bank പറക്കുന്നു. HDFC Bank പറക്കുന്നു. നമ്മുടെ സ്റ്റോപ്പ് ലോസ് നമ്മൾ മൈനസിലായി ഓൾറെഡി. നമ്മൾ സ്റ്റോപ്പ് ലോസ് 40 വെച്ചിരിക്കുന്നത്. Can keep that bit more, right? അത് വെക്കണോ വേണ്ടേ എന്നുള്ളതാണ് ചോദ്യം. ഭണ്ഡാരം എന്ത് ചെയ്യും സസ്റ്റെയിൻ ചെയ്യും മോസ്റ്റ് പ്രോബബ്ലി. കാരണം അയ്യോ പണിപാളും പണിപാളി. Oh fuck. 35. HDFC Bank. ICICI Bank. SBI Bank. ഇത് കൈവിട്ട കളിയാണ്. ഇത് കൈവിട്ട കളിയാണ്. നല്ല ബൈങ് ഉണ്ട്. സി വോളിയം കണ്ടോ? വോളിയം ഇസ് ഹൈ ഓൺ ഓൾ ദ ബാങ്ക്സ്. ബാങ്ക്സ് രക്ഷയില്ല. നമ്മൾ +900 വരെ പോയതാണ്. ഡാറ്റ വന്നു. യെസ്. 37,500. $0.33. ബാങ്ക് നിഫ്റ്റി ഓൾ ടൈം ഹൈ പോയില്ല, നിഫ്റ്റി ഓൾ ടൈം ഹൈ പോയി, ബാങ്ക് നിഫ്റ്റി ഓൾ ടൈം പോയില്ല എന്ന് ചില ആൾക്കാരൊന്ന് കരയായിരുന്നു. അപ്പോൾ അവർക്ക് സമാധാനമായി കാണുമല്ലോ. ഇന്നലത്തെ പോലെ തന്നെ കോൾ ഓപ്ഷൻസ് ബാങ്ക് നിഫ്റ്റിയിൽ സെല് ചെയ്യുന്നത് turning out to be a really bad idea. What do you think? I don't want too much loss. Stop loss ഇട്ടായ നിർത്താം. 37,700. ഞാൻ നേരത്തെ 37 ഞാൻ നേരത്തെ മാർക്കറ്റ് താഴെ വീഴുന്നത് കണ്ടിട്ട് ഞാൻ പതുക്കെ
ഇത് കൈവിട്ട് പോയി. ഓക്കെ മാൻ, ഷിറ്റ്. ഇല്ല, ഹിറ്റ്, സ്റ്റോപ്പ് ലോസ് ഹിറ്റ്, will hit soon. 36 ആയി, 39, 40 hit. Run. Shit, man. So minus 147 എന്ത് ചെയ്യണം, അല്ലെങ്കിൽ മേ ബി ഒരു ഓക്കെ, ഇനിയും ഞാൻ റിസ്ക് എടുക്കണോ എന്നുള്ള ഞാൻ ആലോചിക്കുന്നത്. ലെറ്റ്സ് സീ, ഞാനിപ്പോൾ ഒന്ന് വാച്ച് ചെയ്യട്ടെ. ഇഫ് പോസിബിൾ ഞാൻ അറ്റ്ലീസ്റ്റ് ഒരു okay, സമയം ഇപ്പോൾ 2:56. വി ആർ ആക്ച്വലി വാച്ചിങ് എ വെരി ഹിസ്റ്റോറിക് ഡേ ഇൻ ബാങ്ക് നിഫ്റ്റി. ഒരു ലാസ്റ്റ് 6 monthsൽ ദ മോസ്റ്റ് ഹിസ്റ്റോറിക് ഡേ എന്ന് പറയാം. എല്ലാവരെയും കംപ്ലൈൻറ്റ് കേട്ട് മടുത്ത് അവസാനം ബാങ്ക് നിഫ്റ്റി ഇതാ ഓൾ ടൈം ഹൈ ക്ലോസിൽ എത്തിയിരിക്കുന്നു. എല്ലാവരും വലിയൊരു കംപ്ലൈൻ്റ് ആയിരുന്നു, ബാങ്ക് നിഫ്റ്റി 15,000 എത്തിയപ്പോൾ നിഫ്റ്റി 15,000 എത്തിയപ്പോൾ ബാങ്ക് നിഫ്റ്റി എവിടെയില്ല എന്നുള്ളത്. ഇതേ എത്തിയില്ലേ, സമാധാനമായില്ലേ, ഇതിൽ കൂടുതൽ എന്ത് വേണം? എല്ലാവരെയും കരച്ചിൽ കേട്ടിട്ട് അവസാനത്തെ വെറുതെ ഇരുന്ന പയ്യനാണ് ഇപ്പോൾ പൊക്കത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക. എനിവേ, ലെറ്റ്സ് ടേക്ക് എ റിവ്യൂ. ഓക്കെ, ബൈ ദ വേ ഞാൻ എക്സിറ്റ് ചെയ്തിട്ടുണ്ട്, എല്ലാ പൊസിഷൻ എക്സിറ്റ് ചെയ്തു. ഞാൻ നമ്മൾ ലാസ്റ്റ് വന്നപ്പോൾ -400 സംതിങ് ആയിരുന്നു. പിന്നെ അതൊക്കെ എന്തൊക്കെയോ ഫയർ ഫൈറ്റ് ചെയ്ത് ഞാൻ പോയി 38,000 പോയി സെല് ചെയ്ത് അവിടെ കുറച്ച് പൈസ ഉണ്ടാക്കി. ദെൻ 37,500 പോയി സെല് ചെയ്ത് അവിടെ പോയി 187 rupees ഉണ്ടാക്കി. അതിൻ്റെ ഒരു കോമ്പിനേഷനിൽ ഞാൻ എൻ്റെ ഇത് താഴത്തേക്ക് കൊണ്ടുവന്നു. ഹവെവർ, ലെറ്റ്സ് ലുക്ക് അറ്റ് ദ ട്രേഡിംഗ്, ലൈക്ക് നമ്മൾ ഇന്ന് എന്താ ചെയ്യുന്നതെന്നുള്ളത്. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു, മാർക്കറ്റ് വെയിറ്റ് ചെയ്തു. വി വർ വെരി കൺഫ്യൂസ്ഡ് എന്ത് സംഭവിക്കും എന്നുള്ളത്. വി ന്യൂ ദാറ്റ് 37,000 സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ദർ ഹൈ ചാൻസസ് മാർക്കറ്റ് പൊക്കത്തേക്ക് പോകാനായിട്ട്. എന്ത് പറ്റിയെന്ന് അറിയാൻ പാടില്ല, ഓപ്ഷൻ ചെയിനും വർക്ക് ചെയ്യുന്നില്ല. ജസ്റ്റ് ലൈക്ക് ദാറ്റ് നമ്മൾ സർപ്രൈസിംഗ്ലി മാർക്കറ്റ് അടിയിലേക്ക് വരാൻ നോക്കി. പക്ഷെ നമ്മുടെ ആ 15-minute റേഞ്ച് തിയറി വെച്ച് നമ്മൾ വെയിറ്റ് ചെയ്തത് കാരണം വി വാസ് സേഫ്. നമ്മൾ ആ ട്രിക്കിൽ വീണില്ല. ബാങ്ക് നിഫ്റ്റി അതേപോലെ പൊക്കത്തേക്ക് പോയി. നമ്മുടെ 15-minute റേഞ്ച് ബ്രേക്ക് ആയപ്പോൾ ഒരുപാട് ലൈൻസ് ഉണ്ടെന്ന് അറിയാം. ഈ 15-minute റേഞ്ച് ബ്രേക്ക് ആയപ്പോൾ മാർക്കറ്റ് നമ്മൾ 36,800 സെല് ചെയ്തു. 36,800 സി സെല് ചെയ്തപ്പോൾ നമ്മൾ പ്രോഫിറ്റിലായിരുന്നു. ദെൻ ഇവിടെയാണ് നമുക്ക് ഇന്ന് നമ്മുടെ ടേൺ അറൗണ്ട് പറ്റിയത്. മേക്ക് ഓർ ബ്രേക്ക് ട്രേഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ 37,100 കോൾ ഓപ്ഷൻ ബൈ ചെയ്തു. ഓക്കെ, ആൻഡ് വാട്ട് ഹാപ്പൻ വാസ് 37,100 സി. യു വോണ്ട് ബിലീവ്, 37,100 ഇന്ന് അതിൻ്റെ വില 560 rupees ആണ്. ഓക്കെ, ഞാൻ 100 മേടിച്ചു, 103 മേടിച്ചു. ഓക്കെ, അതെനിക്ക് ട്രേഡിൽ കാണിക്കാൻ പറ്റുമോ? 37,100 സി നമ്മൾ 110 മേടിച്ചു. ഞാൻ എന്ത് ചെയ്തു, 83 സ്റ്റോപ്പ് ലോസ് വെച്ചു. ഓക്കെ, വാട്ട് ഹാപ്പൻ വാസ് മാർക്കറ്റ് 80 വന്ന് സി ഈ ക്യാൻഡിലല്ലോ നോക്കിയേ. ഈ ഒറ്റ ക്യാൻഡിൽ എൻ്റെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ട് പിന്നെ
37,100 പിടിച്ചാൽ കിട്ടിയില്ല. Look at that, man. It breaks my heart. It really breaks my heart. 591 rupees ആണ് ഇപ്പം അതിൻ്റെ. അറ്റ്ലീസ്റ്റ് ഞാൻ ഒരു 250 വരെങ്കിലും ഹോൾഡ് ചെയ്തേനെ. എനിക്ക് 172 ആയിരുന്നെങ്കിൽ പോലും എനിക്കൊരു 1000-2000 രൂപ സിമ്പിളായിട്ട് ഉണ്ടാക്കാമായിരുന്നു. വിച്ച് ഐ മിസ്ഡ് ഔട്ട്. അൺലക്കി, വെരി വെരി അൺലക്കി. ജസ്റ്റ് ഒന്നും പറയാനില്ല. അത് കോണ്ടംപ്ലേറ്റ് ചെയ്യുക, മറക്കുക, 2 ബിയർ കുടിക്കുക, മറക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, എനിവേ, സോ അത് നമ്മൾ ചെയ്തു. ദെൻ 37,100 പൊക്കത്തേക്ക് ബ്രേക്ക് ചെയ്യാൻ തുടങ്ങി. പിന്നെ ആ റിഗ്രറ്റിൽ പിന്നെ നമ്മളൊന്നും ചെയ്യാൻ പോയില്ല, നമ്മൾ വെയിറ്റ് ചെയ്തു. ദെൻ ഈ ഒരു കൺസോളിഡേഷൻ ഫേസ് എത്തിയപ്പോൾ നമ്മൾ ഇവിടെ അല്ല, ഈ ഒരു കൺസോളിഡേഷൻ ഫേസ് എത്തിയപ്പോൾ ഐ തോട്ട് ഓക്കെ ഫൈൻ, മേ ബി 37,500 ബാങ്ക് നിഫ്റ്റി സപ്പോർട്ട് എടുക്കാൻ, റെസിസ്റ്റൻസ് എടുക്കാൻ ചാൻസസ് ഉണ്ട്. കാരണം അത്രയും കോൾ ഓപ്ഷൻ ബിൽഡപ്പ് 37,600 ഉണ്ടായിരുന്നു. ഞാൻ 37,500 കോൾ ഓപ്ഷൻ ബിൽഡപ്പ് കണ്ടിട്ട് ഞാൻ ധൈര്യത്തിൽ 37,600 സെല് ചെയ്തു. നൗ ദാറ്റ് ആക്ച്വലി കോസ്റ്റഡ് അസ് റിയലി ബാഡ്. വൈ? ബിക്കോസ് നമ്മുടെ ഏറ്റവും കൂടുതൽ ലോസ് വന്നത് അതാണ്. ഈ 2 ഡിസിഷൻസ് നമുക്കെതിരെ പോയി. ഇത് 37,100 പ്യുവർ അൺലക്കി. നമ്മുടെ അനാലിസിസ് കറക്റ്റ് ആയിരുന്നു. ജസ്റ്റ് ആഡ് ഒരു നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഒരു 5 പോയിന്റ്സ് കൂടെ അടിയിൽ ഒരു 77-ലോ ഒരു 75-ലോ ഞാൻ വെച്ചിരുന്നെങ്കിൽ നമ്മളിപ്പോൾ ഇവിടെ 4.5 ഇയർ കണ്ടേനെ. ഇനി വാട്ട് ഇഫ് ഗെയിംസ് ഒക്കെ എല്ലാവർക്കും ജയിക്കാൻ പറ്റുന്ന സാധനം. സോ അതുകൊണ്ട് നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല. അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ എതിരെ പോയി. 37,600 നമ്മൾ കാൽക്കുലേറ്റഡ് ആയിരുന്നു. വി ഡിഡ് നോട്ട് തോട്ട്. ഐ എം പ്രെറ്റി ഷുവർ ആരും ഒരു മാർക്കറ്റ് എക്സ്പേർട്ടും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവില്ലായിരിക്കും ബാങ്ക് നിഫ്റ്റി ഇന്ന് ഓൾ ടൈം ഹൈ എത്തും എന്നുള്ളത്. നോബഡി ഈവൻ തോട്ട്സ്. എല്ലാവരും കൺസോളിഡേഷൻ എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. സോ ദിസ് വാസ് റിയലി അൺലക്കി. 37,100 മേക്ക് ഓർ ബ്രേക്ക് ട്രേഡ്. It was a break, make or break trade ആയിരുന്നു. Actually it broke us. Then 30,600 unfortunately we ended up 1,700 altogether. 2,000 rupees loss. ഇത് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല, കാരണം ഇത് നമ്മുടെ കവർ ഓർഡേഴ്സ് ആണ്. അത് ഓട്ടോമാറ്റിക്കലി ലോസിലായിരിക്കും. ഈ 2 ലോസ് ആക്ച്വലി നമ്മുടെ ഈ എൻറ്റയർ പ്രോഫിറ്റ് ലെഗ്സിന് നമുക്കത് റിക്കവർ ചെയ്യാൻ പറ്റി. ആ ലോസ് നമുക്ക് ഈ പ്രോഫിറ്റ് വെച്ച് റിക്കവർ ചെയ്യാൻ പറ്റി. ഇറ്റ്സ് ഓക്കെ. ഇന്നലെ ലോസ് ആയിരുന്നു, ഇന്നും ലോസ് ആണ്. ബട്ട് ദെൻ ദ ഗുഡ് തിങ് ഈസ്, സി മാർക്കറ്റ് ടുഡേ വാസ് വെരി ടഫ്. ഓക്കെ, it was very really tough. So it's okay, it's part of the game. Maybe ഒരു ക്രിട്ടിസൈസ് ചെയ്യാൻ പറ്റുന്ന 2 ഫാക്ടർ എന്ന് വെച്ചാൽ, ചിലപ്പോൾ ഞാൻ നെക്സ്റ്റ് ടൈം സ്റ്റോപ്പ് ലോസ് വെക്കുമ്പോൾ എന്താ പറയുക, ഒന്ന് സി ഐ വിൽ ടെൽ യു വൺ തിങ്. ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന വെച്ചാൽ ഇത് ബ്രേക്ക് ആകുമ്പോൾ ഞാൻ ഈ ഒരു ക്യാൻഡിൽ ഞാൻ ഇവിടെ പ്രതീക്ഷിച്ചു. മനസ്സിലായോ? ഈ ഒരു ക്യാൻഡിൽ ഞാൻ ഒരു 15 മിനിറ്റ് മുമ്പേ പ്രതീക്ഷിച്ചു. ആ ടൈമിംഗ് ഒന്ന് ചെറുതായിട്ടൊന്ന് വാളിപ്പോയി. അതാണ് നമ്മുടെ ലോസ്. നമ്മുടെ ഈ എൻറ്റയർ മൂവ് നമ്മൾ മിസ് ചെയ്യാൻ കാരണം. ഞാൻ എൻറ്റയർ മൂവ് ക്യാപ്ചർ ചെയ്ത് ഞാൻ പറഞ്ഞു, ഞാൻ ചിലപ്പോൾ ഇവിടെ വെച്ച് സെല് ചെയ്തേനെ. ഈ കൺസോൾട്ടേഷൻ കണ്ടിട്ട് ഞാൻ ചിലപ്പോൾ സെല് ചെയ്തേനെ. എന്നാലും ഒരു 1000-1500 എക്സ്ട്രാ നമുക്ക് കിട്ടിയേനെ. റൈറ്റ്? പിന്നെ സെക്കൻഡ് ക്രിട്ടിസൈസ് ചെയ്യാന്നൊരു പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, വി ന്യൂ ബാങ്ക് നിഫ്റ്റി ഈസ് റിയലി ബുള്ളിഷ്. ചിലപ്പോൾ 37,600 കോൾ ഓപ്ഷൻ സെല് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അതും ഒരു ക്രിട്ടിസൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു പോയിന്റ് ആണ്. ബട്ട് ദെൻ അഗെയിൻ, നോബഡി എക്സ്പെക്റ്റഡ് ബാങ്ക് നിഫ്റ്റി ടു ക്രോസ് 36,700 or 36,500, റൈറ്റ്? അത് ഞാൻ മാത്രമല്ല, ഇന്ന് ഒരുപാട് കോൾ ഓപ്ഷൻ സെല് ചെയ്ത് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ഇവിടെ 37,000-ല്. ഇമാജിൻ, അവരെല്ലാവരെയും പൈസ ഇന്ന് പോയിട്ടുണ്ടാവും. 37,500 ഞാൻ കണ്ടത് ഏകദേശം 1.5 മില്യൺ കോൾ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു അതിനകത്ത്. അവരെയും പൈസ ഇന്ന് പോയിട്ടുണ്ടാവും. സോ അവരൊക്കെ പൈസ പോയ ദിവസം നമ്മൾ ആകെ 49 പോയിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ അതിലും ഒരു സുഖമുണ്ട്. സോ എനിവേ, എക്സ്പയറി ഡേയ്സ് ആർ ഓഫൻ ഈസി പ്രോഫിറ്റ്സ്. കഴിഞ്ഞ 3-4 ആഴ്ചയായിട്ട് എക്സ്പയറി ഡേയ്സ് എല്ലാം വളരെ ഈസി ആയിരുന്നു. മാർക്കറ്റ് ഇനിയിപ്പോൾ ബാങ്ക് നിഫ്റ്റി ഓൾ ടൈം ഹൈയിലായതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ളൊരു വയലന്റ് മൂവ്സ് ഒക്കെ നമുക്ക് ഇനി എക്സ്പെക്ട് ചെയ്യാം. ജസ്റ്റ് ലൈക്ക് നിഫ്റ്റി മൂവ് ചെയ്യുന്നത് പോലെ ഇനി ബാങ്ക് നിഫ്റ്റി മൂവ് ചെയ്തേക്കാം. സോ അതും we have to, so it's going to be really difficult. I think next 1 or 2 weeks it's going to be really really difficult to trade. എനിക്ക് സത്യം പറഞ്ഞാൽ അറിയാൻ പാടില്ല ബാങ്ക് നിഫ്റ്റി എന്ത് എക്സ്പെക്ട് ചെയ്യണം. മേ ബി 38,000 പൊക്കത്ത് പോയി എന്തെങ്കിലുമൊക്കെ സെല് ചെയ്യേണ്ടി വരും. 37,500 അടിയിൽ പോയി എന്തെങ്കിലും സെല് ചെയ്യേണ്ടി വരും. I don't know.
എനിവേ ദാറ്റ്സ് ഫോർ അനദർ ഡേ. ഇറ്റ് വാസ് ഫൺ. ആ ഒരു ത്രില്ല് ഉണ്ടായിരുന്നു. പക്ഷേ ഇറ്റ്സ് ഓക്കെ. ഈ ഒരു ട്രേഡ് ആയിരുന്നു അതെങ്ങനെ ഞാൻ കോംപ്രിഹെൻഡ് ചെയ്യുന്ന എനിക്കിപ്പോൾ ഒരു ഐഡിയ ഇല്ല. ബട്ട് ദാറ്റ്സ് പാർട്ട് ഓഫ് ദ ഗെയിം. ഞാൻ ചില ദിവസങ്ങൾ ഇത് ചെയ്തിട്ട് 4000 5000 ഉണ്ടാക്കിയ ദിവസങ്ങളുണ്ട്. ചില സമയത്ത് കറക്റ്റായിട്ട് കിട്ടും. ഇറ്റ്സ് ഓക്കെ, പാർട്ട് ഓഫ് ദ ഗെയിം. So thank you so much for watching. I hope you had something to learn in your experience. I think I'm really proud of the fact that even though market നല്ലൊരു മൂവ്മെന്റ് ഉണ്ടായിട്ട് പോലും നോൺ ഡയറക്ഷണൽ ട്രേഡറായ ഞാൻ വലിയൊരു ലോസ് ഇല്ലാതെയാണ് വരുന്നതെന്നുള്ളത്. സോ ദാറ്റ് മേക്സ് മീ പ്രൗഡ്. വലിയൊരു എമൗണ്ട് ഈസിലി ലൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ദിവസമാണ്, വിച്ച് ഐ ഡിഡ് നോട്ട് ലൂസ്. സോ looking forward maybe your next year week year expiry I am not profitable. I think I am on loss. ഒരു മൈനസ് വെരി ചെറിയ ലോസ്, 200-300 ലോസിലായിരിക്കും ഈ ആഴ്ച അവസാനിക്കുകയും തോന്നുന്നു. Let's see what happens. I'll see you guys tomorrow then. Take care. Bye.